മെഡിക്കൽ കോളേജിനെ കുറിച്ച് അവിടുത്തെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചെർക്കൽ പറഞ്ഞ അപ്രിയ സത്യം പോലെയൊന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ നിരീക്ഷണവും. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. ജൂലൈ 12-ന് തിരുവനന്തപുരത്ത് ബിജെപിയുടെ ആസ്ഥാന മന്ദിരമായ മാരാർ ഭവനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ബിജെപിയുടെ നമ്പർ 2 ആയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കേരളത്തിലെ ഇരുമുന്നണികളും നാടിനെ ദേശവിരുദ്ധരുടെ താവളമാക്കുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം ഈ ഭീകരയാഥാർത്ഥ്യത്തെ നേരിടാൻ സർക്കാർ എന്തു നടപടിയെടുത്തുവെന്ന് ചോദിക്കാനും മറന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടേണ്ടി വന്ന സാധാരണക്കാരുടെ എല്ലാം അനുഭവമായിരിക്കുന്നതുപോലെ അമിത്ഷാ പറഞ്ഞത് കേരളത്തിലെ സാഹചര്യങ്ങളെ ഗൗരവമായി വീക്ഷിക്കുന്നവരുടെ എല്ലാം സംശയമോ തിരിച്ചറിവോ ആണ്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങളുമായി വിഹരിക്കുന്നവർ ധാരാളം ഉണ്ടെന്നാണ് പൊതുസമൂഹത്തിന്റെ സംശയം. അവരുടെ പേര് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. ആലപ്പുഴയിലെ പ്രകടനത്തിന് അവലും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്ന് അലറിയവരിൽ ഒരു കൊച്ചുകുഞ്ഞും ഉണ്ടായിരുന്നു. മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ ശക്തമായ സാന്നിധ്യമാണ്. അവർ കുഞ്ഞുങ്ങൾക്കിടയിൽ വരെ തീവ്രവാദ ആശയങ്ങൾ കുത്തിവയ്ക്കുന്നുമുണ്ടെന്ന് ജനം ഭയപ്പെടുന്നു. കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിലെ ഭൂരിഭാഗവും ഇക്കൂട്ടത്തിൽ പെടുന്നവരല്ല. പക്ഷേ അവർക്കും തീവ്രവാദികളെ ഭയമാണ്. താലിബാനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് കേരളത്തിന്റെ മുൻ മന്ത്രിയും ആദരണീയനായ മുസ്ലിം ലീഗ് നേതാവുമായ AK മുനീറിന് വധഭീഷണി ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതിനെ കുറിച്ച് 2021 ഓഗസ്റ്റ് 17-ന് മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചു. താലിബാൻ മനുഷ്യാവകാശങ്ങൾ പാലിക്കാത്ത തീവ്രവാദ സംഘടനയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്. അവരുടെ ആശയങ്ങൾ കടുത്ത വിവേചനം കാണിക്കുന്നവയാണ്. വളരെ പിന്തിരിപ്പനാണ്. വിശ്വാസത്തിന് നിരക്കാത്ത ഇവരെ എതിർക്കണം. മുനീറിനെ അനുകൂലിച്ച് ഒരു നേതാവും രംഗത്ത് വന്നില്ല. എന്നാൽ തീവ്രവാദികൾ പ്രതികരിച്ചു. പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിന് 2010-ൽ ഉണ്ടായ അനുഭവം ഉണ്ടാകുമെന്ന് അവർ മുനീറിനെ ഭീഷണിപ്പെടുത്തി. താലിബാൻ ഒരു വിസ്മയമെന്ന ശീർഷകത്തിൽ അച്ചടിച്ച രേഖയായാണ് മുനീറിന് ഭീഷണി വന്നത്. 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും കഥ കഴിക്കുമെന്നായിരുന്നു ഭീഷണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നുമാണ് കത്ത് പോസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, കത്തിൽ പറഞ്ഞു. മുനീർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുത്തു. അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിലും പിന്നീട് അത്തരം പോസ്റ്റുകൾ എഴുതാതിരിക്കുവാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിനെതിരെയുണ്ടായ വധഭീഷണി വലിയ സംഭവമാക്കാതിരിക്കുവാനാണ് ബന്ധപ്പെട്ടവർ ശ്രമിച്ചത്. മുഖ്യമന്ത്രിക്കും DGPക്കും മുൻമന്ത്രിയായ ഒരു MLA നൽകിയ പരാതിയിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്നത് പിന്നീട് വലിയ വാർത്ത അല്ലാതായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്ന പോലെ പ്രധാനമന്ത്രി മോദിയുടെയും അടുത്തയാളായി കരുതപ്പെടുന്ന കേരളത്തിലെ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് പറഞ്ഞത് കേരളത്തിൽ മുസ്ലിം തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന്. ലോകത്ത് മുസ്ലിം തീവ്രവാദി ഭരണം സ്ഥാപിക്കപ്പെട്ട എല്ലായിടത്തും അതിന്റെ ആദ്യപടിയായിരുന്നു സ്ലീപ്പർ സെല്ലുകൾ. നാട്ടിലെ ജനാധിപത്യ നിയമക്രമം ചൂഷണം ചെയ്ത് പ്രവർത്തിക്കുന്ന സെല്ലുകൾ തീവ്രവാദം അടക്കമുള്ള പലതരം പ്രവർത്തനങ്ങളിലൂടെ ശക്തി നേടി ഭരണം പിടിക്കുന്നു. ഭരണം പിടിച്ചാൽ പിന്നെ അവർ പറയുന്നതാണ് നിയമം. 2021 ജൂൺ 30-ന് റിട്ടയർ ചെയ്ത ബെഹ്റ ജൂൺ 28-ന് മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇത്തരം സെല്ലുകളുടെ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് 2021 ഓഗസ്റ്റ് 13-ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഇഷ്ടക്കേടുണ്ടാക്കിയ DGP സെൻകുമാറിനും യോഗേഷ് ഗുപ്തയ്ക്കും കേന്ദ്രം കൊടുത്ത അവസരങ്ങൾ പോലും നശിപ്പിച്ച മുഖ്യമന്ത്രി പക്ഷേ ബെഹ്റയെ കൊച്ചി മെട്രോയുടെ CEO ആക്കി. അതായത് അദ്ദേഹം സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് പത്രക്കാരോട് പറഞ്ഞതിൽ പിണറായിക്ക് ബെഹ്റയോട് പിണക്കമില്ലത്രേ. അതാണ് കളി. ഇത്രയും വലിയ ഒരു വിവരം DGP മുഖ്യമന്ത്രിയെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാനാവുക? അപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം സർക്കാർ അത് വലിയ കാര്യമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ? DGP നടത്തിയ ഇത്രയും വലിയ ഒരു വെളിപ്പെടുത്തലിനെ വലിയ വിവാദമാക്കാതിരിക്കുവാൻ പ്രതിപക്ഷവും ശ്രദ്ധിച്ചു. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നാടിനെ ദേശവിരുദ്ധരുടെ താവളമാക്കുന്നുവെന്ന് ഭയപ്പെടുന്നവരുടെ സംഖ്യ വർദ്ധിക്കുകയാണ്. 2020-ൽ ലോക്നാഥ് ബെഹ്റയും അതിനുമുമ്പ് DGP സെൻകുമാറും പിന്നീട് വന്ന DGP അനിൽകാന്തും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ജിഹാദിനെ കുറിച്ചുള്ള പുസ്തകം മഷാറി അൽ അഷ്വാഖ് ഇലാ മഷാറി അൽ ഉഷാഖ് നിരോധിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഒരു സമിതിയെ നിയോഗിച്ചു. അവർ സമ്മേളിച്ചതായോ റിപ്പോർട്ട് തയ്യാറാക്കിയതായോ ആർക്കും അറിയില്ല. പുസ്തകം നിരോധിക്കാത്തതിൽ പ്രതിപക്ഷവും ബഹളം വെച്ചില്ല. മാത്രവുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ മുസ്ലിം തീവ്രപ്രസ്ഥാനമായ ഭാരതത്തെ മുസ്ലിം രാഷ്ട്രമാക്കുവാൻ പ്രഖ്യാപിത നയമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി സഖ്യവും പ്രഖ്യാപിച്ചു. ഇതെല്ലാം കാണുന്നവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന വാക്കുകളാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ ഒന്നുണ്ട്, ഡോക്ടർ ഹാരിസിനെ പോലെ നിസ്സഹായനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഒരു നിരോധിത തീവ്രവാദ സംഘടന ഒരു സംസ്ഥാനത്ത് പ്രവർത്തനം തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഉത്തരവാദിത്തമുണ്ട്.
ഹാരിസ് എന്ന പാവം സർക്കാർ ഉദ്യോഗസ്ഥന്റെ പോസ്റ്റ് കേരളത്തെ പിടിച്ചു കുലുക്കി. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നു. എങ്കിലും സർക്കാരിന്റെ ശത്രുക്കൾ അത് സർക്കാരിനെതിരായ ആയുധമാക്കുമെന്ന് മുഖ്യമന്ത്രി കണ്ടു. കേരളത്തിൽ സമ്പന്നർ പോലും മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് വരുന്നുവെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി പക്ഷേ ചികിത്സയ്ക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയി. അതുകൊണ്ടാവണം ഡോക്ടർ ഹാരിസിനെതിരെ പെട്ടെന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കാണുമ്പോൾ ജനം പകച്ചുപോകുന്നത് പോലെ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി കേരളം മാറുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആരോപണം കേൾക്കുമ്പോഴും ജനം സംശയിച്ചു പോവുകയാണ്. ഇടതു വലതു മുന്നണികൾ മുസ്ലിം ശക്തികളെ പ്രീണിപ്പിക്കുന്നതും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അവർക്ക് കേരളത്തിൽ അധികാരം പിടിക്കുവാൻ മുസ്ലിം പ്രീണനം അനിവാര്യമാണെന്ന് അവർക്കറിയാം. മുസ്ലിം താൽപര്യങ്ങൾ വഴിവിട്ടും സംരക്ഷിക്കുന്നതിനെ ന്യൂനപക്ഷ സംരക്ഷണം എന്നാണ് അവർ ചിത്രീകരിക്കുന്നത്. അവർക്ക് ന്യൂനപക്ഷം എന്നാൽ മുസ്ലിമുകളാണ്. ക്രൈസ്തവർ അടക്കമുള്ള മറ്റു ന്യൂനപക്ഷങ്ങൾ അവരുടെ പുസ്തകത്തിൽ ഇല്ലാത്ത മട്ടാണ്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡന സംഭവങ്ങൾ മാത്രമാണ് അവരുടെ വിഷയം. ഡൽഹിയിൽ പൊതുനിരത്തിലൂടെ കുരിശിന്റെ വഴി അനുവദിക്കാതിരുന്നാൽ വലിയ വായിൽ കരയും. കേരളത്തിൽ സർക്കാർ തന്നെ കുരിശ് തകർക്കും. കുരിശ് സ്ഥാപിച്ചതിന് കേസും എടുക്കും. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 11% വോട്ട് ലഭിച്ച BJPക്ക് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ലഭിച്ചെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഓഹരി 25% ആവുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അങ്ങനെ 2026 BJP കേരളം പിടിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ത്രിപുരയിലും ഒഡീഷയിലും തെലങ്കാനയിലും ആസാമിലും ഉണ്ടായ അട്ടിമറി മുന്നേറ്റം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് അമിത്ഷാ പ്രവചിക്കുന്നത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായേ ഇപ്പോൾ വിവരമുള്ളവർ അതിനെ കരുതൂ. മുസ്ലിം പ്രീണന പ്രവർത്തനങ്ങളിലൂടെ ഇടതുവലതു മുന്നണികൾ മറ്റു സമുദായങ്ങളിൽ നിന്നും അകലുന്നതിന്റെ ഗതിവേഗം പോലിരിക്കും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്. അപകടം മനസ്സിലായ CPM ആവേശം തെല്ലും കുറച്ചിട്ടുണ്ട്. ഗുരുക്കന്മാരുടെ പാദപൂജ നടത്തുന്നത് എന്നു മുതലാണ് തെറ്റായത്? ഭാരതീയ വിദ്യാനികേതൻ വക സ്കൂളുകളിൽ ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കാറുള്ള ഗുരുപാദ പൂജയ്ക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും അനുചരന്മാരും നടത്തുന്ന ആക്രോശം ഉയർത്തുന്ന ചോദ്യമാണിത്. അത് നീചപ്രവൃത്തിയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. കേരള നിയമസഭയിൽ K. കരുണാകരന്റെ പാദം തൊട്ടുവന്ദിച്ച ശേഷമാണ് രമേശ് ചെന്നിത്തലയും പന്തളം സുധാകരനും സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള കോൺഗ്രസിലെ മാത്യു സ്റ്റീഫൻ KM മാണിയുടെ അടുത്തു ചെന്ന് സ്തുതി ചൊല്ലിയ ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതെല്ലാം ഗുരുത്വത്തിന്റെ അടയാളമായി കരുതുന്നവരാണ് ശരാശരി ഭാരതീയർ. കേരളത്തിലെ പ്രമുഖരായ പല കലാകാരന്മാരും എത്രയോ പൊതുവേദികളിൽ ഗുരുക്കന്മാരുടെയും ഗുരുതുല്യരുടെയും പാദം തൊട്ടു വണങ്ങുന്നത് നാം കാണുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഗവർണർ ആർലേക്കർ പറഞ്ഞതുകൊണ്ടല്ല അത് അങ്ങനെ ആവുന്നത്. ONVയുടെ പാദം തൊട്ടു വണങ്ങിയ എത്രയോ സഖാക്കളുണ്ട്. ഭാരതീയ സംസ്കാരത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും ആചാരങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടവയാണ് ഭാരതീയ വിദ്യാനികേതൻ സ്കൂളുകൾ. അവിടെ എത്രയോ കാലമായി നടക്കുന്ന പരിപാടിയാണ് ഗുരുപാദ പൂജ. ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് സർക്കാരിന് പറയാം. അത്തരക്കാർ ഈ സ്കൂളുകളിൽ വരണ്ട എന്ന് സ്കൂൾ അധികൃതർക്കും പറയാം. ഓരോ വിശ്വാസവും ഏറ്റുപറയാനും പ്രചരിപ്പിക്കാനും എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുള്ള നാടാണ് ഭാരതം. ഓരോ മാനേജ്മെന്റും വിദ്യാലയം നടത്തുന്നത് ഇത്തരം ലക്ഷ്യങ്ങൾ കൂടി വെച്ചാണ്. അതിൽ സർക്കാർ ഇടപെടുന്നത് എന്തിന്? ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നാണ് വാർത്ത. ഗുരുക്കന്മാരെ വന്ദിക്കുന്നത് ഏതു ബാലാവകാശത്തിന്റെ ലംഘനമാണ്? നാം എങ്ങോട്ടാണ് പോവുക? 2022 മെയ്യിൽ മലപ്പുറത്തൊരു സംഭവം നടന്നു. ഒരു മദ്രസയുടെ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലാമയുടെ അഥവാ സമസ്തയുടെ പരിപാടി. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി വേദിയിലെത്തി സമ്മാനം വാങ്ങി. സമസ്ത നേതാവ് MT അബ്ദുള്ള മുസ്ലിയാർ ആ പ്രവൃത്തിയെ അവിടെ വെച്ച് തന്നെ പരസ്യമായി ശാസിച്ചു. വേദിയുടെ വലതുവശത്തു നിന്ന മുസ്ലിയാർ പെൺകുട്ടി നിന്നിടത്തേക്ക് വന്നാണ് അവളെയും സംഘാടകരെയും ശാസിച്ചത്. ആരാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ വേദിയിലേക്ക് ക്ഷണിച്ചത്? ഇത് ആവർത്തിച്ചാൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് സമസ്തയുടെ നിയമം അറിയില്ലേ? കുട്ടിയുടെ രക്ഷകർത്താവിനെയല്ലേ വിളിക്കേണ്ടത്? ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്തരം പണി ചെയ്യരുത്. ഇത് ഫോട്ടോ എടുക്കപ്പെടില്ലേ? അദ്ദേഹം ശുഭിതനായി പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാവുന്നതായിരുന്നു മുസ്ലിയാരുടെ പ്രവൃത്തി. എന്നാൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ഫാത്തിമ തഖ്ലിയ മുസ്ലിയാർക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടും പൊതുസമൂഹത്തിന്റെ കാവൽഭടന്മാരായി സ്വയം കരുതുന്ന ആരും മുസ്ലിയാർക്കെതിരെ ഒരക്ഷരം പറഞ്ഞില്ല. ഒരു കമ്മീഷനും സ്വമേധയാ കേസും എടുത്തില്ല. എന്തുകൊണ്ട്? അർത്ഥഗർഭമല്ലേ ഈ മൗനത്തിന് കാരണം?
പ്രതിമാസ ശമ്പളം 10,000 രൂപയെങ്കിലും ആക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ 200 ദിവസത്തിലേറെയായി നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന എഴുത്ത് ജീവിതം മാർഗമാക്കിയവർ ഞങ്ങൾ സാംസ്കാരിക നായകരാണെന്നും ഞങ്ങൾക്ക് പല കാര്യത്തെക്കുറിച്ചും പറയാനുണ്ടെന്നും പറഞ്ഞ് പലതും നേടാൻ പലതും പറയുന്ന നാടായി കേരളം. വിദ്യാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴും ഹൈക്കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ആലോചിച്ചപ്പോഴും സമസ്ത എതിർപ്പുമായി വന്നു. ആ വിവാദം ഇപ്പോഴും കത്തിജ്വലിക്കുകയാണ്. സമസ്തയ്ക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പാടില്ല എന്ന് പറയുന്നവരാണ് ഫാസിസ്റ്റുകൾ. പക്ഷേ സമസ്ത പറയുന്ന ന്യായങ്ങൾ അംഗീകരിച്ചാൽ അത്തരം ന്യായങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ അംഗീകരിക്കപ്പെടണം. അതാണ് മതേതരത്വം. ചില മതങ്ങളുടെ നേതാക്കൾ പറഞ്ഞാൽ പുരോഗമനപരമല്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന അതേ നാവുകൾ തന്നെ ഇത്തരം വാദങ്ങളുടെ മുന്നിൽ നിശബ്ദരാകുന്നതാണ് ഭയപ്പെടുത്തുന്നത്. സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവും 1/4 മണിക്കൂർ വീതം മുന്നോട്ടും പിന്നോട്ടുമാക്കുന്നത് നടപ്പാക്കാനാവില്ലെങ്കിൽ ഖാദർ കമ്മിറ്റിയുടെ ശുപാർശ എങ്ങനെ നടപ്പാക്കാനാകും? വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കണമെന്നും ഇഷ്ടവിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നേടാൻ 2 മുതൽ 4 വരെയുള്ള സമയം വിനിയോഗിക്കണമെന്നുമാണ് ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചത്. സമസ്തയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചില്ലെങ്കിൽ കാണിച്ചു തരാമെന്നാണ് ഭീഷണി. വോട്ട് തരില്ല എന്ന് തന്നെ അർത്ഥം. മുസ്ലിം ലീഗ് സമസ്തയുടെ നിർദ്ദേശത്തെ കണ്ണടച്ച് പിന്താങ്ങിയതും ജനാധിപത്യ മുന്നണി ആദരവോടെ വീക്ഷിക്കുന്നതും എല്ലാം വോട്ട് നോക്കിയാണ്. CPM-ന് അക്കാര്യം നോക്കാതിരിക്കാനാവില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടുത്തെ വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന നടത്തുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് കൃത്യമായ സൂചനയാണ്. ഭാരതത്തിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമമായി ഉൾപ്പെട്ടവരെയും കടന്നുകൂടാൻ ശ്രമിക്കുന്നവരെയും പുറത്താക്കുവാൻ കമ്മീഷൻ നീക്കം ആരംഭിച്ചിരിക്കുന്നു. ബീഹാറിൽ ആരംഭിച്ച ഈ ശ്രമം ഭാരതത്തിലാകെ നടക്കുമെന്ന് വ്യക്തമാണ്. 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അസം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളും സമഗ്ര പുനഃപരിശോധന നടത്തുവാൻ തീരുമാനമായി. 1950-ലെ ഇന്ത്യൻ പ്രാതിനിധ്യ നിയമം 21-ാം വകുപ്പനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരം. ഇന്ത്യൻ പ്രാതിനിധ്യ നിയമത്തിലെ 16-ാം വകുപ്പനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ടവകാശം. നിയമത്തിലെ 19-ാം വകുപ്പനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടുണ്ട്. അതായത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ടത് 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാരാണ്. 3 തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നത്. 1 സമഗ്രമായ പരിഷ്കരണം, 2 സമ്മറി പരിഷ്കരണം, 3 പ്രത്യേകമായ സമഗ്ര പരിഷ്കരണം. വീടുകൾ കയറിയിറങ്ങി ലിസ്റ്റുണ്ടാക്കുന്നതാണ് സമഗ്രമായ പരിഷ്കരണം. ഇത് വല്ലപ്പോഴുമാണ് നടക്കുക. എന്നാൽ എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈവശമുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. വോട്ടർമാരോട് തിരുത്തുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആവശ്യപ്പെടുന്നു. പരാതികളും ആക്ഷേപങ്ങളും പരിശോധിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കുന്നു. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ 2 രീതികളും ചേർത്ത് പരിഷ്കരണം നടത്തുന്നു. യഥാർത്ഥ പൗരന്മാരാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതിനാണ് കമ്മീഷൻ ഇത്തരമൊരു പരിഷ്കരണം നടത്തുന്നത്. 2003-ലാണ് ഇതിനു മുമ്പ് സമഗ്രമായി ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. അന്ന് എന്യൂമറേറ്റർ ഓരോ വീട്ടിലുമെത്തി വിവരം ശേഖരിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന ദിവസം വരെ 18 വയസ്സായ യുവാക്കളെ ഓരോ പരിഷ്കരണത്തിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ മരണം മൂലം ഈ ലോകം വിട്ടവരെ ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടും പലപ്പോഴും കൃത്യമായി നടക്കാറില്ല. കുടിയേറ്റം വഴി അന്യരാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചവർ, നഗരങ്ങളിൽ വോട്ടർമാരായവർ, അന്യസംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്നിവരെ ഒഴിവാക്കേണ്ടതുണ്ട്. അനധികൃതമായി പട്ടികയിൽ കടന്നുകൂടിയ വിദേശികളുണ്ട്. ധാരാളം നേപ്പാളികൾ, ബംഗ്ലാദേശികൾ, മ്യാൻമാർക്കാർ ഇങ്ങനെ ഭാരതത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതായി പരാതിയുണ്ട്. ഇവരെ പുറത്താക്കി യഥാർത്ഥ പൗരന്മാർക്ക് മാത്രം വോട്ടവകാശം ഉറപ്പാക്കുന്നതിനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ കടക്കാതിരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയാണ് വിവാദമായത്. അനധികൃതമായി കുടിയേറി വോട്ടർമാരായ നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജമായി ആധാർ കാർഡും റേഷൻ കാർഡും താമസ സർട്ടിഫിക്കറ്റും സംഘടിപ്പിക്കുന്നതായി വ്യാപകമായ സംശയമുള്ളതുകൊണ്ടാണ് കമ്മീഷൻ പുതിയ രേഖകൾ ചോദിക്കുന്നത്. ആധാർ പൗരത്വരേഖയല്ലെന്നും മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയാണെന്നും രേഖയിൽ തന്നെ കൃത്യമാക്കപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റക്കാരുടെ ഗണത്തിൽപ്പെട്ടവർ 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നുമിടയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ജനനത്തീയതിയോ ജന്മസ്ഥലമോ തെളിയിക്കുന്നതിന് രേഖയും കൊടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു. അപേക്ഷകന്റെ മാതാപിതാക്കളുടെ ജനനത്തീയതിയുടെയോ ജന്മസ്ഥലത്തിന്റെയോ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ജന്മസ്ഥലം അടിസ്ഥാനമാക്കി വോട്ടറെ നിശ്ചയിക്കും. ബീഹാറിലെ 2.93 കോടി വോട്ടർമാർക്ക് രേഖ കാണിച്ച് പൗരത്വം തെളിയിക്കേണ്ടി വരും. ഇതിനായി 11 രേഖകൾ ഉപയോഗിക്കാം. അവയിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തിയിട്ടില്ല.
2003 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്കും മക്കൾക്കും ഒരു രേഖയും കൊടുക്കാതെ രജിസ്ട്രേഷൻ നടത്താം. ആകെയുള്ള 7.9 കോടി വോട്ടർമാരിൽ 5.87 കോടി വോട്ടർമാരും എന്യൂമറേഷൻ രേഖകൾ കൈമാറി. പരിഷ്കരണം സമയത്ത് പൂർത്തിയാക്കുവാനാകുമെന്നാണ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ജൂൺ 21 ആരംഭിച്ച വീട് കയറിയുള്ള കണക്കെടുപ്പിലൂടെ ജൂലൈ 13 വരെ വോട്ടർമാരിലെ 88.18% പേരുടെയും കണക്കെടുത്തു. അതായത് 6.6 കോടി പേരുടെ കണക്ക് ശേഖരിക്കപ്പെട്ടു. ജൂലൈ 25 വരെയുള്ള സമയം കൊണ്ട് ബാക്കി പൂർത്തിയാവുമെന്ന് കമ്മീഷൻ അവകാശപ്പെട്ടു. ബീഹാറിൽ ഇതിനകം 35 ലക്ഷം പേർ പട്ടികയിൽ നിന്നും പുറത്തായി. 1.59%, അതായത് 12.5 ലക്ഷം പേർ മരിച്ചു. 2.2%, 17.5 ലക്ഷം നാടുവിട്ടവരാണ്. ബീഹാറിൽ വോട്ട് ചെയ്യാനാവില്ല. 0.73%, അതായത് 5.5 ലക്ഷം പേർക്ക് 2 വോട്ടുണ്ടെന്നും കണ്ടെത്തി. അതായത് സമഗ്ര പരിഷ്കരണം നല്ല ഫലം ഉണ്ടാക്കുന്നുവെന്നാണ് സൂചന. ചൂടുവെള്ളത്തിൽപ്പെട്ട പൂച്ച തണുത്ത വെള്ളം കണ്ടാലും ഭയപ്പെടും എന്നതുപോലെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് പ്രതിപക്ഷം. മഹാരാഷ്ട്രയിൽ 2024 ഏപ്രിൽ മുതൽ ജൂൺ വരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നടന്ന സമ്മറി പരിഷ്കരണത്തിലൂടെ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തവരിൽ 8 ലക്ഷം പേർ പുറത്താക്കപ്പെട്ടതും പുതുതായി 48.82 ലക്ഷം വോട്ടർമാർ കൂടിയതും പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ പരിഷ്കരണത്തെയും അവർ സംശയിക്കുന്നത്. 2003 2 വർഷം കൊണ്ട് നടന്ന പരിഷ്കരണമാണ് ഇപ്പോൾ ജൂൺ 21 മുതൽ ജൂലൈ 24 വരെയുള്ള 1 മാസം കൊണ്ട് നടത്തുന്നത്. തിടുക്കത്തിൽ നടത്തുന്നത് ഗൂഢാലോചനയാണെന്ന് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. ഇക്കാരണങ്ങൾ കൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രതിപക്ഷം ഉദ്ദേശിച്ച ഫലം പക്ഷേ അതുകൊണ്ടുണ്ടായില്ല. ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന കോടതി സ്റ്റേ ചെയ്തില്ല. പരിഷ്കരണം തുടരാൻ സുപ്രീം കോടതി അനുവദിച്ചു. എന്നാൽ പുനഃപരിശോധനയിൽ തിരിച്ചറിയൽ രേഖകളായി ആധാർ കാർഡ്, റേഷൻ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവ കൂടി പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബീഹാറിലെ 13 കോടി ജനങ്ങളിൽ 11.48 കോടിക്കും ആധാർ കാർഡ് ഉണ്ട്. സമഗ്ര പുനഃപരിശോധന തിടുക്കത്തിൽ നടത്തുന്നതിനെ കോടതി വിമർശിച്ചു. പൗരത്വ പരിശോധന വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. 11 തിരിച്ചറിയൽ രേഖകളിൽ ആധാർ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദം നടന്നു. ഭരണഘടനയുടെ 326 വകുപ്പ് പ്രകാരം പൗരന്മാർക്കാണ് വോട്ടവകാശം. ആധാർ പൗരത്വത്തിന്റെ സാധുവായ തെളിവല്ലെന്നും കമ്മീഷൻ വാദിച്ചു. പൗരത്വം തീരുമാനിക്കുവാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണെന്ന് മറുഭാഗം വാദിച്ചു. അവസാനം ആധാർ തെളിവായി സ്വീകരിക്കുവാൻ കഴിയില്ലെങ്കിൽ അതിനുള്ള കാരണം വിശദമായി കോടതിയെ ധരിപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 1 ബീഹാറിലെ വോട്ടർ പട്ടിക പുറത്തുവരുന്നത് കൊണ്ട് ജൂലൈ 28 കോടതി വീണ്ടും വിഷയം പരിഗണിക്കും. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച അതിവേഗ സമഗ്ര പരിഷ്കരണം ഇത്തരത്തിൽ വിവാദമാകുന്നത് ആദ്യമാണ്. അത് ഭരണകക്ഷിക്കാരെ സഹായിക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. എങ്കിലും ഭരണകക്ഷിക്കും ഈ അതിവേഗ പരിഷ്കരണത്തിൽ ഭീതി തോന്നി തുടങ്ങിയെന്നാണ് അവസാനത്തെ വാർത്ത. തെലുങ്ക് ദേശം കമ്മീഷനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. അന്യരാജ്യങ്ങളിൽ നിന്നുള്ളവർ അനധികൃതമായി കുടിയേറി വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വോട്ടർമാരാകുന്നത് തടയേണ്ടതു തന്നെയാണ്. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം നല്ലത് തന്നെയാണ്. 2025 സെപ്റ്റംബർ 17 75 തികയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുമോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുകയും അടുത്ത 5 വർഷം മോദി തന്നെയാവും സർക്കാരിനെ നയിക്കുക എന്ന് പലവട്ടം വ്യക്തമാക്കപ്പെടുകയും ചെയ്തതാണെങ്കിലും RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഒരിക്കൽ കൂടി ആ വിഷയം സജീവമാക്കുന്നു. RSS നേതാവും സൈദ്ധാന്തികനുമായ മോരെ പന്ത് പിംഗ്ലയെക്കുറിച്ചുള്ള പുസ്തകം നാഗ്പൂരിൽ പ്രകാശനം ചെയ്ത ചടങ്ങിലാണ് ഭാഗവത് ഇങ്ങനെ പറഞ്ഞത്. 75 കഴിഞ്ഞവരെ ഷാൾ നൽകി ആദരിക്കുന്നത് നിങ്ങൾക്ക് പ്രായമായി മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് മോരെ പന്ത് പിംഗ്ലെ വ്യാഖ്യാനിച്ചിരുന്നത്രേ. ഈ ന്യായം പറഞ്ഞ് മോദിയും സംഘവും BJP നേതാക്കളായിരുന്ന അഡ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയവരെ 2014 പദവികളിൽ നിന്നും മാറ്റിയിരുന്നു. അവരെ മാറ്റാൻ അപ്പോൾ കണ്ടുപിടിച്ച ഒരു ന്യായം എന്നതിലപ്പുറം ഒരു പരിശുദ്ധി ഈ തത്വത്തിന് ആരും കൊടുത്തിട്ടില്ല. BJPയുടെ ത്വാത്വിക അടിത്തറയായ RSS നേതാക്കളും 75 വിരമിച്ചിട്ടില്ല. 78 79 ആണ് വിരമിച്ചത്. അങ്ങനെ വന്നാൽ മോദി 2029 വിരമിക്കേണ്ടി വരാം. 1973 RSS സർസംഘ് ചാലക് ആയി 1994 പിന്മാറിയ ദത്തത്രേയ 1915 ജനിച്ചത്. 58ാമത്തെ സർസംഘ് ചാലക് ആയ അദ്ദേഹം 1994 79 വയസ്സ് വരെ തുടർന്നു.
1994 RSS സർസംഘചാലക് ആയ രാജേന്ദ്ര സിംഗ് 1922 ജനിച്ചത്. 2000 78 വയസ്സിൽ മാറി. 2000 സർസംഘചാലക് ആയ RSS സുദർശൻ ജനിച്ചത് 1931 2009 പദവി വിട്ടു. 2009 മുതൽ സർസംഘചാലകായ മോഹൻ ഭാഗവത് 1950 ജനിച്ചു. സെപ്റ്റംബർ 11 75 തികയും. അദ്ദേഹവും പക്ഷേ പിംഗ്ലിയുടെ ഉപദേശം കേൾക്കാൻ ഇടയില്ല. കേരളത്തിൽ മാത്രം നടന്ന ജൂലൈ 8 അഖിലേന്ത്യാ പണിമുടക്ക് സംബന്ധിച്ച് കൗതുകകരമായ പല സംഭവങ്ങളും പുറത്തുവന്നു. കാഞ്ഞങ്ങാട് ആവേശമൂത്ത സഖാക്കൾ സ്വന്തം സഖാവിനെ തന്നെ തടഞ്ഞ് ധീരത കാട്ടി. CPM രാവണേശ്വരം മാക്കി ബ്രാഞ്ച് സെക്രട്ടറി P. അനീഷ് നാവിന് മുറിവേറ്റ മകനുമായി ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ നടത്തി വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് പണിമുടക്കിന് ഇരയായത്. ഉച്ചയോടെ ആശുപത്രി വിട്ട അദ്ദേഹവും കുടുംബവും കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ എത്തിയപ്പോൾ സമരക്കാർ കാർ തടഞ്ഞു. അനീഷും വിട്ടില്ല. ഇതല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് അദ്ദേഹം 3/4 മണിക്കൂർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവസാനം സഖാക്കൾ തന്നെ വന്ന് തണുപ്പിച്ചു വിട്ടു. ശസ്ത്രക്രിയ കഴിഞ്ഞു വന്ന കുഞ്ഞിനെയും കുടുംബത്തെയും പൊരിവെയിലിൽ നടുറോഡിൽ തടഞ്ഞവർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമോ ആവോ. തലസ്ഥാനത്ത് വർക്കലയിലും ആറ്റിങ്ങലും സ്കൂളിലെത്തി മടങ്ങിയ അധ്യാപകരെ വഴിയിലിട്ട് മർദ്ദിച്ചു. സ്കൂളുകളിൽ ബന്ദിയാക്കി പണിമുടക്ക് ആഘോഷിച്ചു. കണ്ണൂരിൽ പേരാവൂരിനടുത്ത് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചകക്കാരി വസന്തിയെ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞിക്ക് അരിയിടുമ്പോൾ വനിതാ നേതാവ് അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വലിച്ചു നിലത്തിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി തൂവിപ്പോയി. കാലുപൊള്ളി ആശുപത്രിയിലായി. അവർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി വാദി പ്രതിയാകുമോ എന്നാണ് അറിയേണ്ടത്. സമരമുണ്ടെങ്കിലും കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. അതുകൊണ്ടാണ് വസന്ത അന്നും അരിവെച്ചത്. 9 മണിക്ക് അരിയിട്ടാലേ 12 മണിക്ക് ചോറ് തയ്യാറാവൂ. അതുകൊണ്ടാണ് വസന്ത രാവിലെ എത്തിയതും പണി ആരംഭിച്ചതും. വനിതാ നേതാവിന് അത് പിടിച്ചില്ല. കേരളത്തിൽ മാത്രമായിരുന്നു ഈ സമരമെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ദൈന്യത മനസ്സിലാവുക. സമരങ്ങൾ മൂലം നേതാക്കൾ ജനങ്ങളെ വല്ലാതെ വലച്ചപ്പോൾ കേരളത്തിലെ അടിയന്തരാവസ്ഥയാണ് ഭേദമെന്ന് 1977 വിധിച്ചത് ഓർക്കുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം ഇന്ത്യക്ക് ഒപ്പമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം പിറന്നാളിൽ ഇത്തരം സമരാഭാസങ്ങൾ നടത്തി ജനത്തെ ശ്വാസം മുട്ടിക്കുന്നവർ ഓർക്കണം, ഇതൊന്നും ജനപ്രിയ പരിപാടിയല്ല. പണിമുടക്ക് മൂലം KSRTCക്കുണ്ടായത് 4 കോടി രൂപയുടെ നഷ്ടം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വെളിപ്പെടുത്തിയ കണക്കാണിത്. ഈ നഷ്ടം എങ്ങനെ നികത്തുമെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല. അദ്ദേഹം പത്രലേഖകരോട് പറഞ്ഞു. ഗണേഷ് മന്ത്രിയായ ശേഷമാണ് KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും ശമ്പളം കൊടുത്തു തുടങ്ങിയത്. ഒറ്റ സമരം കൊണ്ട് അതിനാണ് സമരക്കാർ പാരവെച്ചത്. വ്യാപാരികളെ നിർബന്ധിച്ച് കടയടപ്പിച്ചുള്ള സമരത്തോട് കേരള കോൺഗ്രസ് Bക്ക് യോജിപ്പില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണിയിൽ അടുത്ത കാലത്ത് ഇത്തരം അപസ്വരങ്ങൾ അസാധാരണയാണ്. ഗണേശൻ രണ്ടും കൽപ്പിച്ചാണോ ആവോ. നേരത്തെ പണിമുടക്കിന് ഡൈസ്നോൺ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എങ്കിലും ഇടതു നേതാക്കൾ വിലക്കി. ഇത്തരം വിലക്കുകളില്ലാതെ 5 വർഷവും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുള്ള ജനാധിപത്യ മുന്നണിയിലേക്ക് ഗണേഷിന് യാത്ര എളുപ്പമാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട്. ഇടതു നിന്നാലും വലതു നിന്നാലും അദ്ദേഹം പത്തനാപുരത്ത് ജയിക്കും. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായാൽ സഹായിക്കുവാനും സാധിക്കും. സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായതിനെ തുടർന്ന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിലെ 135 ആശുപത്രികളിലെ 225 കെട്ടിടങ്ങൾ ഗുരുതരാവസ്ഥയിൽ ആണെന്ന് കണ്ടെത്തി. എറണാകുളം ജില്ലയിൽ 41 കെട്ടിടങ്ങളും ആലപ്പുഴ ജില്ലയിൽ 37 കെട്ടിടങ്ങളും വയനാട്ടിൽ 14 കെട്ടിടങ്ങളും കോഴിക്കോട് 8 കെട്ടിടങ്ങളും കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ 7 വീതം കെട്ടിടങ്ങളും കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിൽ 5 വീതം കെട്ടിടങ്ങളും മലപ്പുറം ജില്ലയിൽ 4 കെട്ടിടങ്ങളും കൊല്ലം ജില്ലയിൽ 3 കെട്ടിടങ്ങളും പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓരോന്ന് വീതവും അപകടാവസ്ഥയിൽ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ജില്ലയായ പത്തനംതിട്ട കടപ്രയിലെ ആശുപത്രിയുടെ ഒരു കെട്ടിടം 2018 പ്രളയത്തിൽ ചെരിഞ്ഞതാണ്. കണക്കെല്ലാമുണ്ട്. നടപടി ഉണ്ടാവുമോ എന്നാണ് അറിയേണ്ടത്. ഹൃദ്രോഗ ചികിത്സയ്ക്കടക്കമുള്ള ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ ആശുപത്രി വികസന സമിതികളുടെ കുടിശ്ശിക 158 കോടിയായി. കാത്തലാബുകളുടെ കുടിശ്ശികയാണിത്. ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസിബിൾസ് പ്രസിഡന്റ് സതീഷ് വെളിപ്പെടുത്തിയ കണക്കാണിത്. ഇനി കടമായി ഉപകരണങ്ങൾ നൽകാനാവില്ലെന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 29.56 കോടി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് 34.90 കോടി, കോട്ടയം മെഡിക്കൽ കോളേജ് 21.74 കോടി, പരിയാരം മെഡിക്കൽ കോളേജ്
13.96 കോടി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് 12.24 കോടി. ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജുകളുടെ കുടിശ്ശിക. എറണാകുളം മെഡിക്കൽ കോളേജിലെ കുടിശ്ശിക 2.38 കോടിയാണെങ്കിലും ജനറൽ ആശുപത്രിയിൽ 13.74 കോടി രൂപ കുടിശ്ശികയുണ്ട്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നുകൾ മതിയാതാകുമ്പോഴാണ് വികസന സമിതികൾ വാങ്ങുന്നത്. ഇതിന് ജില്ലാ കളക്ടറുടെ അനുമതി വേണ്ടതുകൊണ്ട് കാലതാമസം ഉണ്ടാകുന്നതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ശസ്ത്രക്രിയ മുടങ്ങിയത് സംബന്ധിച്ച് അന്വേഷിച്ച സമിതി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോർപ്പറേഷൻ മരുന്ന് വാങ്ങിയ ഇനത്തിൽ 20-21 മുതലുള്ള കുടിശ്ശികയുണ്ട്. 24-25 വരെയുള്ള കുടിശ്ശിക 693.78 കോടിയാണ്. കിഫ്ബി വഴി ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളെല്ലാം കടമാണ്. പലതും പണി തീർന്നിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നില്ല. പണമില്ല എന്നതാണ് വിഷയം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയതിന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് കിട്ടാനുള്ളത് 20 കോടി മുതൽ 40 കോടി വരെ രൂപയാണ്. പകുതിയെങ്കിലും ഉടനടി തന്നില്ലെങ്കിൽ ഈ കോളേജുകളുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കും. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ വള്ളിൽ പറഞ്ഞു. കേരളത്തിന്റെ ലോകോത്തര നിലവാരത്തിന്റെ മുഖങ്ങളാണിത്. ചാൻസലറുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കാവ്യവൽക്കരണത്തെ നേരിടുവാൻ CPM ഇടതുപക്ഷ ബുദ്ധിജീവികളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉൾപ്പെടുന്ന ബദൽ പ്രതിരോധ വേദിയായി കേരള വിദ്യാഭ്യാസ സമിതി പുനർജീവിപ്പിക്കുന്നു. കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ചെയർമാനും AKP CTA മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ C പത്മനാഭൻ ജനറൽ കൺവീനറുമായി നിയോഗിക്കപ്പെട്ടു. ഓഗസ്റ്റ് 15-നുള്ളിൽ ജില്ലാ സമിതികളാവും. സ്വാശ്രയ കോളേജ് സമരകാലത്ത് അതിനെതിരെ രൂപീകരിച്ചതാണ് വിദ്യാഭ്യാസ സമിതി. പ്രൊഫസർ നൈനാൻ കോശിയായിരുന്നു തലവൻ. സമരം നടത്തിയിരുന്ന CPM തന്നെ ഇന്ന് സ്വാശ്രയ കോളേജുകൾ നടത്തുന്നു. എങ്കിലും 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ജയിപ്പിച്ചത് സ്വാശ്രയ രക്തസാക്ഷികളായ കൂത്തുപറമ്പിലെ 5 യുവാക്കളും സർവാംഗം തളർന്ന പുഷ്പനുമാണ്. ഇക്കുറിയും അത്തരമൊരു ഭാഗ്യം വന്നുകൂടുമോ എന്ന് ആർക്കറിയാം. കേരള ജനതയുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്ന തെരുവു നായ്ക്കൾക്കും വന്യമൃഗങ്ങൾക്കുമെതിരെ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നടത്തിയ പരസ്യ പ്രതിഷേധം സർക്കാരിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നു. നായ്ക്കൾക്ക് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ദയാവധം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. വന്ധീകരണങ്ങൾ കൂടുതൽ വ്യാപകമാക്കാനും കൂടുതൽ നായ്പിടുത്തക്കാരെ നിയോഗിക്കുവാനും തീരുമാനിച്ചതായി തദ്ദേശ മന്ത്രി തന്നെ വെളിപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം നടപടിയുണ്ടായാൽ സർക്കാരിന് ഗുണം ചെയ്യും. ജനം അത്ര വലഞ്ഞു. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന് വരമ്പത്ത് കൂലി കൊടുക്കാനും സർക്കാർ ആലോചിക്കുന്നതും വളരെ നല്ല നീക്കമാണ്. ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയുണ്ടത്രേ. വോട്ട് വൈബ് എന്ന സ്വകാര്യ ഗവേഷണ സ്ഥാപനം നടത്തിയ പഠന റിപ്പോർട്ട് തരൂർ തന്നെയാണ് പുറത്തുവിട്ടത്. തരൂർ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ആകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വോട്ട് വൈബുകാർ കണ്ടവരിൽ 28.3% ഈ അഭിപ്രായക്കാരാണ് പോലും. VD സതീശനാണ് 2ാം സ്ഥാനം, 15.4% വോട്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് 8.2% വോട്ട് കിട്ടി. KC വേണുഗോപാലിന് 4.2% വോട്ട് കിട്ടി. ഇടതുമുന്നണി വന്നാൽ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാണ് 24.2% ആഗ്രഹിക്കുന്നത്. പിണറായി വീണ്ടും വരണമെന്ന് 17.5% ആഗ്രഹിക്കുന്നുള്ളത്രേ. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സർവേ കണ്ടെത്തിയതായി തരൂർ അറിയിച്ചു. NDA കേരളത്തിൽ ശക്തമാണെന്നും അവർ പറയുന്നു. നിലവിലുള്ള MLA-മാർക്ക് എതിരാണ് 62.6% ജനങ്ങളും എന്ന കണക്കും ഉണ്ട്. ഈ വാർത്ത വരുമ്പോൾ തരൂർ ലണ്ടനിലായിരുന്നു. 2047 ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞു, മോദി ഊർജ്ജ സ്വഭാവമുള്ള നേതാവാണ്, കരിസ്മാറ്റിക് ലീഡർ. അദ്ദേഹത്തിന് കീഴിൽ ഭാരതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ ഇടത് സമീപനങ്ങളിൽ നിന്നും രാജ്യം മാറി. 78 വർഷത്തിനു ശേഷം അടിസ്ഥാന നയങ്ങൾ മാറി. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു. ശക്തമായ ദേശീയതയാണ് പ്രകടമാകുന്നത്. കേന്ദ്രീകൃത ഭരണത്തിൽ വിശ്വസിക്കുന്നു. നേട്ടങ്ങൾ കാണാനുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏറെ മുന്നിലായി. ഉദാരീകരണത്തിലേക്കും ആഗോളീകരണത്തിലേക്കും മാറി. ഇത് കൊണ്ടുവന്നത് നരസിംഹറാവുവും മൻമോഹൻ സിംഗുമാണ്. അവരെ എല്ലാം മറന്നു. തരൂർ എങ്ങോട്ടാണ് എന്നാണ് എല്ലാവരുടെയും സംശയം. കോൺഗ്രസ് വക്താവ് ഉദിത് രാജ് പറയുന്നു, തരൂർ ഇപ്പോൾ BJPയുടെ സൂപ്പർ വക്താവാണ്. 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കേരളത്തിലെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ കരുക്കൾ നീക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി മുരളീധര പക്ഷത്തെ ഒതുക്കി PK കൃഷ്ണദാസ് പക്ഷത്തിന് മുൻതൂക്കം നൽകി അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ടീമിനെ തലമുറ മാറുന്ന ടീമെന്നാണ് അവർ വിളിക്കുന്നത്.
MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. സുരേന്ദ്രൻ മുരളീധര പക്ഷത്തെ C കൃഷ്ണകുമാറിനെയും P സുധീറിനെയും വൈസ് പ്രസിഡന്റുമാരാക്കി. വൈസ് പ്രസിഡന്റുമാരിൽ മുൻ DGP ശ്രീലേഖയും ഷോൺ ജോർജും ഉണ്ട്. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് സാധാരണ ജനറൽ സെക്രട്ടറിമാർ മാത്രമാണ്. അതായത് പാർട്ടിയുടെ ഭരണത്തിൽ മുരളീധര പക്ഷത്തിന് വലിയ പിടി ഇല്ലാതായെന്ന്. ഈ പരാവാരത്തിലേക്ക് എത്തി ശശി തരൂർ എന്തു ചെയ്യുമോ ആവോ. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.